ഹായ് ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോയി വൈകുന്നേരം ചൂടിത്തിരി കുറഞ്ഞപ്പോൾ നമ്മൾ ചക്ക ഇടാനായിട്ട് ഇറങ്ങിയതാണ്. ഇത്തവണ ചക്ക സീസൺ ആയെങ്കിലും നമ്മൾ അധികം അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ദോശയെല്ലാം മാറി മാറി കഴിച്ച് മടുപ്പായെന്ന് പറഞ്ഞ് പപ്പ കുറച്ച് ദിവസമായി ചക്ക ഉണ്ടാക്കാനും പറഞ്ഞ് നടക്കുന്നതാണ്. എനിക്കാണെങ്കിൽ കൊച്ചിൻ്റെ കാര്യങ്ങളും ക്ലാസ്സും പഠനവും മറ്റു വീട്ടുജോലി എല്ലാം കഴിഞ്ഞ് നേരവും കിട്ടുന്നില്ല. ചക്ക പരിപാടിയാണെങ്കിൽ ഒരാൾ തന്നെ ചെയ്യാന്ന് വെച്ചാൽ ഒരവസാനം ഇല്ലാത്ത പണിയും. അങ്ങനെ ഇരുന്നപ്പോൾ ആ ജോജി, അതായത് എൻ്റെ കെട്ടിയോൻ, സൺഡേ ഒരു പണിയും ഇല്ലാതെ ഫോണും തോണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ വിടുവോ, കയ്യോടെ ഇങ്ങ് പൊക്കിക്കൊണ്ട് പോകും. പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങൾ 3 പേര്. ഞാൻ ഈ സമയത്ത് തക്കുടിനെ കുളിപ്പിച്ച് അവിടെ ചെയറിൽ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ 3 പേരും കൂടി അതങ്ങ് വെട്ടിപ്പെറുക്കിയെടുത്തു. ആ ബാക്കിലിരുന്ന് ഉരുട്ട് കണ്ടോ, ഞാൻ കഴുകി വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാണ്. ലാസ്റ്റ് നിലത്തോടെ വാരി വിതറാതിരുന്നാൽ എനിക്ക് തന്നെ കൊള്ളാം. രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്ന് കോപ്പവണ്ടി കാണിക്കാന്ന് പറഞ്ഞ് നൈസായിട്ട് അവനെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ മൊത്തം പരിപാടിയും കഴിഞ്ഞ് അകത്ത് ചെന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇവിടുത്തെ അരിച്ചിൽ സ്പെഷ്യലിസ്റ്റിനെ ബാക്കി പരിപാടി ഏൽപ്പിച്ചതാണ് ഈ കാണുന്നത്. ഈ സമയത്ത് ഞാൻ കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ചക്കയ്ക്കുള്ള നല്ലൊരു അരപ്പങ്ങ് സെറ്റാക്കി വെച്ചു. പിന്നെ ചക്കയും മരപ്പും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചു. അങ്ങനെ നല്ല ചൂട് ചക്ക വേവിച്ചതും മീൻകറിയും അങ്കമാലി മാങ്ങാക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം.